നമസ്കാരം. കാർ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വണ്ടികൾ, കാറും ബൈക്കും ഒക്കെ വെട്ടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, വെട്ടിക്കാൻ അഥവാ നിവൃത്തിയില്ലാതെ വെട്ടിക്കേണ്ടി വന്നാലും സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് വെട്ടിക്കണം, ഇല്ലെങ്കിൽ അപകടത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. സ്പീഡ് ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളുടെ വണ്ടിയുടെ സ്പീഡ് തീരുമാനിക്കേണ്ടത് പോലീസോ റോഡിൽ എഴുതിയിരിക്കുന്ന 60 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്ന സൈൻ ബോർഡോ അല്ലെന്ന് ഞാൻ പറയും. നമ്മളുടെ വണ്ടിയുടെ സ്പീഡ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. റോഡിൻ്റെ കണ്ടീഷൻ, കാലാവസ്ഥ, നമ്മളുടെയും വണ്ടിയുടെയും ആരോഗ്യം, റോഡിലെ തിരക്ക്, സമയം, ഇതെല്ലാം അനുസരിച്ച് സുരക്ഷിതത്വത്തിൻ്റെയും മര്യാദയുടെയും ഒരു സ്പീഡുണ്ട്. അത് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് പകല് സ്പീഡിൽ പോകുന്നൊരു റോഡിലൂടെ അതേ സ്പീഡിൽ ചിലപ്പോൾ രാത്രി പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. രാവിലെ സ്പീഡിൽ പോകുന്ന ഒരു റോഡിലൂടെ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. വൈകിട്ട് തിരക്കുള്ളപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ സ്പീഡ് നിർണ്ണയിക്കേണ്ടത് റോഡിൻ്റെ സിറ്റുവേഷനും വണ്ടിയുടെ കണ്ടീഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്രേക്ക്, ടയർ, ഇതുപോലുള്ളതിൻ്റെയൊക്കെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ തന്നെയാണ്. നിങ്ങൾ അറിയുക, ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ ആൾക്കാർ മരിക്കുന്നതിൻ്റെ 2ാം സ്ഥാനം സ്പീഡിനാണ്. 1ാം സ്ഥാനം ആർക്കാണെന്നറിയാമോ? 1ാം സ്ഥാനം ഹെൽമെറ്റിനാണ്. ഹെൽമെറ്റ് ഇല്ലാതെ സ്പീഡ് എടുത്ത് ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ഫാറ്റൽ ആക്സിഡൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ നമ്മളിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്പീഡ് ലിമിറ്റ് വേണ്ടത് മനസ്സിലാണ്, നമ്മളുടെ ബോധത്തിലാണ്. ഈ ഓണക്കാലത്ത് ഒരാളുടെയും ചോര ഞാൻ മൂലം റോഡിൽ വീഴരുത് എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓണത്തിനെ വരവേൽക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഹെൽമെറ്റിനെ കുറിച്ചും സീറ്റ് ബെൽറ്റിനെ കുറിച്ചും സംസാരിക്കാം. സ്പീഡിൽ പോകുന്ന വണ്ടി ആക്സിഡൻ്റ് ആയാൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും അത് മരണകാരണമാവും. കൂടുതൽ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്